ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവം പറയുന്നു 18-ാം വാക്യം, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ദൈവം ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുകയില്ല എന്ന് നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി
അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അബ്രഹാം പേർ പ്രാപിച്ചു. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? എൻ്റെ ദാസനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ളൊരു പദവി. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയപുരുഷനാണ് എന്ന്. ദാദിനെക്കുറിച്ച് നാം ചിന്തിച്ചു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. മോശയെക്കുറിച്ച് നാം വായിച്ചു, യഹോവയുടെ വിശ്വസ്തനായ പുരുഷനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും സൗമ്യതയുള്ളതായ പുരുഷൻ യഹോവയുടെ വിശ്വസ്ത പുരുഷൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ പദവി എന്താണ്? എന്തുന്നതമായ പദവിയാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത്. വിശ്വാസവീരനായ അബ്രഹാമിന് ദൈവം കൊടുത്ത പദവി എൻ്റെ സ്നേഹിതനെന്നാണ്. നാം വായിക്കുന്നത് അങ്ങനെയാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കരുണയുള്ള കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെന്ന്. നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനാകുന്നതായ അത്ഭുതകരമായ സ്വർഗീയമായ പദവി, അതത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വായിക്കാം 15-ാം അധ്യായം 15-ാം വാക്യം മുതൽ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയണമെന്നില്ല, ദാസൻ അറിയുകയില്ല. ദാസനോട് തുറന്നു പറഞ്ഞിട്ടല്ല യജമാനൻ പലതും ചെയ്യുന്നത്. ദാസൻ ദാസനാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 11 ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരായിട്ടല്ല കാണുന്നത്. കാരണം എൻ്റെ ഉള്ളു നിങ്ങൾക്ക് തുറന്നു തരികയാണ്. എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ തുറക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ളതായ എൻ്റെ ആശയങ്ങൾ, എൻ്റെ ഇംഗിതങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് പറയുന്നില്ല. അടുത്ത വാക്യം എന്താണ്? യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ പിതാവിനോട് ഞാൻ കേട്ടതായ കാര്യങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിച്ചതായ കാര്യങ്ങളുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവീക രഹസ്യങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുകയാണ്. സ്നേഹിതന്മാർക്കെല്ലാം കൊടുക്കുകയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പറയുകയാണ്. സംഭവിക്കാൻ പോകുന്നത് തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്നേഹിതന്മാരായതുകൊണ്ട് അവരെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? അടുത്ത വാക്യം, 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിതന്മാരാക്കി ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന പദവി? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു? നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങൾ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ രഹസ്യമെല്ലാം നിങ്ങൾക്ക് തന്നില്ലേ? പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചില്ലേ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു കൊള്ളൂ, എല്ലാം തരാം.
നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നോട് ചോദിച്ചുകൊള്ളൂ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവനെ തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. നിങ്ങളെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു. നിങ്ങൾ ദാസന്മാരെന്ന് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്നേഹിതന്മാരായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? നിങ്ങളതിൻ്റെ പൊരുളൊന്ന് ഗ്രഹിച്ചാൽ നിങ്ങൾ നൃത്തം ചെയ്യും, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. അതാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവം നമ്മെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവനെ, നിന്നോട് പറയട്ടെ, നീ ഇന്ന് പാപത്തിൻ്റെ ഇമ്പങ്ങളിൽ കുടുങ്ങി ജീവിക്കുകയാണ്. എന്നാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ സ്നേഹിതനായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. മോളെ, നിന്നോട് പറയട്ടെ, നീ ഇന്ന് പരിഭവിച്ചും പിറുപിറുത്തും നിരാശപ്പെട്ടും മുഖം വാടിയും മരിച്ചാൽ മതിയെന്ന് ഓർത്തും നീ കഴിയുന്നു. എന്നാൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്? ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പദവിയിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ നിയമിച്ചിരിക്കുന്നു, നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു, നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം മക്കൾ എന്നുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാസൻ, സ്നേഹിതൻ, മക്കൾ. ദൈവത്തിന് സ്തോത്രം. എന്ത് ഉന്നതമായ പദവിയാണ്! മക്കളാണെങ്കിൽ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശികളാണ്. മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളുമാകുന്നു. റോമർ ലേഖനം 8-ാം അധ്യായം വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ദാസനാകുക, ദൈവത്തിൻ്റെ ശിഷ്യനാകുക, ദൈവത്തിൻ്റെ സ്നേഹിതനാകുക, ദൈവത്തിൻ്റെ മകനാകുക. ദൈവത്തിന് സ്തോത്രം. ആദ്യജാതൻ കർത്താവായ യേശു, നാം എല്ലാം പിന്നീടുള്ള മക്കൾ. ദൈവത്തിന് സ്തോത്രം. ജ്യേഷ്ഠ സഹോദരൻ കർത്താവായ യേശു, നാം എല്ലാം പിന്നീടുള്ളതായ സഹോദരന്മാർ. നാം പിതാവായ ദൈവത്തിൻ്റെ മക്കൾ. റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങളെടുത്ത് വായിച്ചാൽ കൂടുതൽ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകും. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം വായിക്കാം. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ശുദ്ധാത്മാവ് സാക്ഷ്യം തരുന്നു ദൈവത്തിൻ്റെ മക്കളെന്ന്. പിന്നെ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കളെങ്കിലോ നാം അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ അവകാശികളാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ക്രിസ്തു അപ്പൻ്റെ മകനായി അവകാശം പ്രാപിക്കുന്നത് പോലെ നാമും ദൈവത്തിൻ്റെ മക്കളായി അവകാശം പ്രാപിക്കുന്നു. എന്താണ് അവകാശം? അപ്പൻ്റെ സ്വത്ത് എന്താണ്? സ്വർഗത്തെ ദൈവത്തിൻ്റെ സ്വത്ത് എന്താണ്? നാം പറയും സ്വർഗം ദൈവത്തിൻ്റെ സമ്പത്താണ്. ശരി, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദൈവം തരുന്ന ദൈവത്തിൻ്റെ സമ്പത്ത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സമ്പത്ത്. ദൈവത്തിൻ്റെ സമ്പത്ത് എന്താണ്? കർത്താവായ യേശുവിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സമ്പത്ത് എന്താണ്? ആ സമ്പത്ത് വെളിപ്പെടുത്തിയത് അത് താഴ്മയിൽ കർത്താവായ യേശു കന്യമറിയാവിൻ്റെ ഉദരത്തിൽ ജനിച്ച് തീരെ നിസ്സാരമായ സാഹചര്യത്തിൽ വളർന്ന് കരുണയുള്ള കർത്താവ് അരക്കാശിന് മുതലില്ലാത്തനായി ജീവിച്ച് തലചായ്പിന് ഇടവില്ലാത്തനായി ജീവിച്ച് ദരിദ്രനായി ജീവിച്ച് എന്നാൽ എല്ലാം ഉള്ളവനായി അവൻ എല്ലാവർക്കും സമൃദ്ധി പകർന്നു കൊടുത്ത് അവൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു, പരസ്യ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ സമ്പത്ത് എന്താണ്? ഈ ഭൂമിയിലെ സ്വത്തല്ല, ഈ ഭൂമിയിലെ സമ്പത്തല്ല, ഈ ഭൂമിയിലെ നിലംപുരയിടങ്ങളല്ല,
ഈ ഭൂമിയിൽ തലചായ്പാനുള്ള വീടല്ല, ഈ ഭൂമിയിൽ കഴിക്കുവാൻ ഊണരിയല്ല, ഉടുക്കാൻ ഉടുമുണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സമ്പത്ത് എന്താണ്? കരുണയുള്ള കർത്താവ് കാണിച്ചു തന്നത് എന്താണ്? ക്രൂസിലെ സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സമ്പത്ത്. ക്രൂസിലെ ആ സകലവും വിട്ടുവീഴ്ച ചെയ്യുന്നതായ സ്നേഹം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നോ ഈ സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചുവോ? കർത്താവായ യേശുവിൻ്റെ വിശുദ്ധി, ഈ സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചുവോ? കർത്താവായ യേശുവിൻ്റെ താഴ്മ, ഈ സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചുവോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് നാം അവകാശപ്പെടുന്നു. നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലെ അപ്പ എന്ന് വിളിച്ച് നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ എന്ന് വിളിക്കത്തക്കവണ്ണം വാസ്തവത്തിൽ നാം യോഗ്യതയുള്ളവരാണോ? നാം ചിന്തിച്ചു നോക്കുക. നാം ഇതെല്ലാം പ്രാർത്ഥനകൾ ഉരുവിടുന്നു, ചൊല്ലിക്കൂട്ടുന്നു, ചുണ്ടുകൾ ഉച്ചരിക്കുന്നു, ചുണ്ടുകൊണ്ട് പറയുന്നു. പക്ഷേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് പറയത്തക്കവണ്ണം ഉള്ളതായ അപ്പൻ്റെ മോനായി തീർന്നു, അപ്പൻ്റെ മോളായി തീർന്നുവോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പൻ്റെ സ്വത്ത് നമുക്കുണ്ടോ? അപ്പൻ്റെ സ്നേഹം നമുക്കുണ്ടോ? അപ്പൻ്റെ വിശുദ്ധി നമുക്കുണ്ടോ? അപ്പൻ്റെ താഴ്മയും എളിമയും നമുക്കുണ്ടോ? അപ്പൻ്റെ ലാളിത്യം നമുക്കുണ്ടോ? അപ്പൻ്റെ കരുണ നമുക്കുണ്ടോ? അപ്പൻ്റെ നന്മകളെല്ലാം നമ്മിലുണ്ടോ? നാം ചിന്തിച്ചു നോക്കൂ. പറയാൻ എളുപ്പമല്ലേ, പ്രസംഗിക്കാൻ എളുപ്പമല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നോക്കൂ. ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ പ്രതിഫലിക്കുന്നുണ്ടോ? കരുണയുള്ള കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. എങ്ങനെ അറിയും? ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡിക തുടങ്ങുന്നിടത്ത് അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെന്ന് എല്ലാവരും അറിയും. എങ്ങനെ അറിയും? നമുക്ക് വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. പ്രിയപ്പെട്ടവരെ, തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. ഭിന്നതകളില്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ, ഇഷ്ടക്കുറവുകളില്ലേ, മുഷിച്ചിലുകളില്ലേ, പരാതികളില്ലേ, പരിഭവങ്ങളില്ലേ, പെറുവെറുപ്പുകളില്ലേ, എന്നെ കണക്കാക്കിയില്ല, എന്നെ ഗവനിച്ചില്ല, എന്നെ മാനിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, പരാതികളും പരിഭവങ്ങളും നമ്മുടെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നില്ലേ? നമുക്കെപ്പോഴും ഹൃദയത്തിൽ നീരസവും കയ്പും പകയും വിദ്വേഷവും വൈരാഗ്യ ചിന്തകളുമില്ലേ? ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമാണോ? മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യമാണോ? സഹോദരങ്ങൾ തമ്മിൽ ഐക്യമാണോ? പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ പരസ്പരം ഒരു മനസ്സാണോ, ഒരു ഹൃദയമാണോ? ദൈവത്തിന് സ്തോത്രം. സഭയിൽ അകത്ത്, ഇടവകയിൽ ഉള്ളിൽ, പള്ളിയിൽ ഉള്ളിൽ പരസ്പരം ഐക്യമാണോ? അവിടെ തൊഴുത്തിൽ കുത്തില്ലേ? അവിടെ അഭിപ്രായ വ്യത്യാസമില്ലേ? അവിടെ ഇഷ്ടക്കുറവുകളില്ലേ? അവിടെ ഭിന്നതകളില്ലേ? എന്താണ് വേണ്ടത്? ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ കൂടി പ്രതിഫലിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുളിനെ ശപിക്കാതെ ഒരു ചെറുതിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുളിനെ ശപിച്ചിട്ട് കാര്യമില്ല. എല്ലാം കുഴപ്പമാണ്, അവിടെ എല്ലാം അപകടത്തിലാണ്, എല്ലാം അനർത്ഥത്തിലാണ്, എല്ലാവരും വഴക്കിലാണ്, പിണക്കത്തിലാണ് എന്ന് പറഞ്ഞ് നാം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ. ഒരു ചെറുതിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുക. എന്നാലാകുന്നത്? ഒരു ചെറുതിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുക. ജോലി സ്ഥലത്ത് എല്ലാവരും ഉഴപ്പുന്നു. വേണ്ട പ്രിയപ്പെട്ടവനെ, നീ ഒരാൾ ഉഴപ്പാതെ ജോലി ചെയ്യൂ. മറ്റുള്ളവരുടെ കൂടെ നീ ആയിപ്പോകാതെ നീ ഒരാൾ വിശ്വസ്തയോടെ ജോലി ചെയ്യൂ, കാര്യക്ഷമതയോടെ ജോലി ചെയ്യൂ. ക്ലാസ്സിൽ എല്ലാവരും പഠിത്തം ഉഴപ്പുന്നു. ഞാൻ ഒരാൾ പഠിക്കും, ഞാൻ ഒരാൾ ശരിയായി നിൽക്കും, ഞാൻ ഒരാൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. അങ്ങനെ നാം ഓരോരുത്തരും അവരവർ ഉത്സാഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കും ഇത്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നമ്മിൽ കൂടി പ്രതിഫലിക്കട്ടെ. മക്കളാണെങ്കിൽ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശമുണ്ട്. മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചത്, അബ്രഹാമേ, നിന്നെ ഞാൻ എൻ്റെ സ്നേഹിതനെന്ന് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് എനിക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. എൻ്റെ കർത്താവിന് സ്തുതി. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് യഹോവ മറച്ചു വയ്ക്കുമോ? സംഭവിക്കാനുള്ളത് ഞാൻ മറച്ചു വയ്ക്കുക യില്ല.
എന്താണ് ഈ പറയുന്നത്? വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞു. ഒരാണ്ട് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും, അപ്പോൾ നിൻ്റെ ഭാര്യ ഒരു മകനെ ചേർത്തുകൊള്ളൂന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന് നീങ്ങുകയാണ്. നടന്ന് നീങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, ഒരു കാര്യം നിനക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്, എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു വലിയ അനർത്ഥം വരാൻ പോകുന്നു. ആർക്ക്? നിനക്കല്ല, നിന്റെ സഹോദരപുത്രനായ ലോത്തിന് വലിയൊരു അപകടം വരാൻ പോകുന്നു. അവിടെ ലോത്ത് താമസിക്കുന്ന സോദോമിലും ഗൊമോറയിലും വലിയൊരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു. അവിടെ മുഴുവൻ കത്തി ദഹിക്കാൻ പോകുന്നു, അവിടെ നശിക്കാൻ പോകുന്നു. ആകാശത്ത് തീയിറങ്ങും, കൂടെ ഗന്ധകവും പെയ്യും. കത്തി എരിയുന്ന ഉരുകി ഒലിക്കുന്ന ഗന്ധകവും തീയും കൂടെ അവിടെ വന്ന് വീണിട്ട് ആ നാട് കത്തിപ്പോകും. സോദോം ഗൊമോറ കത്തിപ്പോകും. മകനെ, ഈ സംഭവിക്കാനിരിക്കുന്നത് എനിക്ക് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം സമർപ്പിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ സൽക്കരിച്ചു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാമിന് റെവലേഷൻ കിട്ടി. അബ്രഹാമിന് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാട് കിട്ടി. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം നിങ്ങൾ കാണിച്ചു തരികയാണ്. ദൈവം സംഭവിപ്പാനിരിക്കുന്നത് നിങ്ങളെ അറിയിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അനർത്ഥം ഒഴിവാക്കിക്കൊള്ളുവീനെന്ന് കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപകടത്തിൽ നിന്ന് മാറിക്കൊള്ളുവീനെന്ന് കർത്താവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് നിങ്ങൾ കരുതലോടെ പോയില്ലെങ്കിൽ അനർത്ഥം വരുന്നു എന്ന് നഹൂം പ്രവാചകൻ പ്രവചിച്ചു. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക, വഴി സൂക്ഷിച്ചു നോക്കുക. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക എന്ന് നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, സംഹാരകനെതിരെ കയറി വരുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് പോലെ നിസ്സാരമല്ല നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. അത് വളരെ വളരെ കർക്കശമായ നിലപാടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ സമയങ്ങൾ വരാൻ പോകുന്നു, ദുരിത സമയങ്ങൾ വരാൻ പോകുന്നു, അത്യാഹിതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അനർത്ഥങ്ങൾ വരാൻ പോകുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ അത്യാപത്തുകൾ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് നാളെയെന്ന് ആർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഭൂകമ്പങ്ങളാണോ, ഭൂമി ഉലുക്കങ്ങളാണോ, കൊടുങ്കാറ്റുകളാണോ? അല്ല. ചുഴലിക്കൊടുങ്കാറ്റുകളാണോ? അതുമല്ല. സുനാമി തിരകളാണോ? ഭയങ്കരമായ അനർത്ഥങ്ങളാണോ? വലിയ അഗ്നിബാധകളാണോ? എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? പരസ്പര ഭിന്നതയിൽ നിന്ന് ഉരുത്തിരിയുന്നതായ വർഗീയ ലഹളകളാണോ? എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? ഭീകരാക്രമണങ്ങളാണോ? എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. ഓർത്തുകൊള്ളുക. സമയം വളരെ ഗൗരവതരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവേറിയ കാലഘട്ടങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം വരാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ സ്നേഹിതനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ ആകാശം തീയും ഗന്ധകവും പെയ്യുമെന്നാണ് പറഞ്ഞത്. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്യും, രക്ഷപ്പെടുകയില്ല. എന്നാൽ മകനെ, അബ്രഹാമേ, ഞാൻ നിന്നോട് പറയുന്നത്, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരികയാണെന്ന്. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ മകനാകാൻ, ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ, ദൈവത്തിൻ്റെ ഉള്ളു തുറന്ന് പറയാൻ നമ്മെ കർത്താവ് കൂട്ടുപിടിക്കുകയാണ്. നമ്മെ കർത്താവ് ചേർത്തണയ്ക്കുകയാണ്. ഉള്ളു തുറന്ന് പറയാൻ മനുഷ്യന് വേണം. യോബ് പറഞ്ഞു, അവൻ്റെ പ്രമോദ മനുഷ്യപുത്രനോട് കൂടി ആയിരുന്നു എന്ന്. പ്രമോദ മനുഷ്യപുത്രനോട് കൂടി ആയിരുന്നു. നമ്മോടുകൂടെ വാസം ചെയ്യാൻ ആഗ്രഹിക്കും ദൈവം. അവൻ്റെ ഉള്ളു തുറന്ന് പറയാൻ ഒരു കൂട്ടുകാരനെ കാണാൻ ദൈവം നോക്കുന്നു. അവൻ്റെ ഉള്ളം പകരാൻ ഒരു സ്നേഹിതനെ കാണാൻ കൊതിക്കുന്നു. ഉള്ളു തുറന്നറിയിക്കാൻ ദൈവത്തിനൊരാളെ വേണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഉള്ളു തുറന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കാൻ ദൈവത്തിൻ്റെ പുരുഷൻ വേണം. സ്നേഹിതരെ, നിങ്ങൾ എന്ത് പറയുന്നു? കർത്താവേ, ഞാനൊരാൾ ഒരു വിശുദ്ധനായി തലമുറയിൽ നിൽക്കും, മറ്റൊന്നും എനിക്ക് വേണ്ട കർത്താവേ. പൂർണ്ണമായും കഴുകൽ പ്രാപിച്ച് യേശുവിൻ്റെ ഭാവമുള്ളവനായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. ഞാനൊരാൾ ഒരു വിശുദ്ധനായി നിൽക്കും. നിങ്ങൾക്ക് കരുണയുള്ള കർത്താവിനോട് വാക്ക് പറയാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. കർത്തസന്നിധിയിൽ നിങ്ങൾക്ക് താഴാം. ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ഉള്ളു തുറന്ന് പറയാം, കർത്താവേ, നിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിന്ന് അന്ത്യം വരെ നിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. വേല തേക്കാൻ ഭാഗ്യം തരണമേ. വിശുദ്ധിയെ തേക്കാൻ ഭാഗ്യം തരണമേ. എൻ്റെ കർത്താവേ, സ്തുതി തേക്കാൻ ഭാഗ്യം തരണമേ. വേല പൂർത്തീകരിക്കാൻ കൃപ തരണമേ. സകല ഉചിതമായും ക്രമമായും ചെയ്യുവാൻ കൃപ തരണമേ. എന്നോടുകൂടെ ഇരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ടുള്ളവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കൃപയുടെ കരം നീട്ടിയതിനായി സ്തോത്രം.
അപ്പോൾ അതിൻ്റെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് നടപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായി സ്തോത്രം. കൂടെ ഇരിക്കണമേ, അന്ത്യം വരെ നടത്തണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.